നമസ്കാരം. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു എന്നും അഴിമതിക്കാരനെന്നും അന്നും ഇന്നും ആക്ഷേപിച്ചുകൊണ്ടിരുന്നിട്ടും സാധാരണക്കാരന് പിണറായിയോടുള്ള കൂറ് ഒരിക്കലും കുറഞ്ഞു വന്നില്ല. അതിന്റെ ഫലമാണ് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിലേറിയത്. നട്ടുച്ചയ്ക്കും കണ്ണടച്ചു പിടിച്ചിട്ട് ഇത് രാത്രിയാണെന്ന് വിളിച്ചു പറയാനുള്ള തൊലിക്കട്ടിയാണ് പിണറായിയുടെ ഭരണത്തെ ആക്ഷേപിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കോൺഗ്രസിലെ നേതാക്കളിൽ പ്രമുഖനായ ശശി തരൂർ തന്നെയാണ് പിണറായി സർക്കാർ കേവലം നോക്കുകുത്തിയല്ല എന്ന് ചങ്കുറപ്പോടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ശശി തരൂർ ഇത് പറഞ്ഞതിൽ അല്ലെങ്കിലും അതിശയോക്തിയില്ല. എന്തേ വൈകി എന്ന് മാത്രമാണ് സംശയം. കാരണം കോൺഗ്രസുകാരിൽ ലോകപരിചയവും വായനയിലൂടെയും എഴുത്തിലൂടെയും നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ആർജവവും ഉള്ള വ്യക്തിയാണ് ശശി തരൂർ. എന്നാൽ നാഥനില്ലാത്ത കോൺഗ്രസ് കളരിയിൽ പെട്ടുപോയത് കൊണ്ട് മാത്രം പലപ്പോഴും മിണ്ടാതിരിക്കേണ്ടി വന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹം മൗനം വെടിഞ്ഞത് ഉചിതമാണ്. കുറച്ചൊന്ന് വൈകിയാലും പറയേണ്ടത് പറയേണ്ട പോലെ പറഞ്ഞല്ലോ. വ്യവസായ മേഖലയിലെ കേരളത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയെ പ്രകീർത്തിച്ച് ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരാണ്. സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ അഭൂതപൂർവമായ വളർച്ച വ്യവസായ അന്തരീക്ഷം അത്യന്തം അനുകൂലമാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിലെ 1ാം സ്ഥാനം, ചുവപ്പ് നാട മുറിച്ചു മാറ്റിയ വ്യവസായ സാഹചര്യം ഒരുക്കൽ എന്നിവ ശശി തരൂർ ചൂണ്ടിക്കാട്ടി. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന ലേഖനത്തിലാണ് കണക്കുകൾ ഉദ്ധരിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ വ്യവസായ കുതിച്ചുചാട്ടം വിവരിച്ചത്. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി.ടി. സതീശന്റെയും UDF മാധ്യമങ്ങളുടെയും വ്യാജ പ്രചരണം പൊളിക്കുകയാണ് തരൂർ. ലേഖനം സംബന്ധിച്ച് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. സ്റ്റാർട്ടപ്പ് മേഖലയിലുണ്ടായ കുതിപ്പ് ലേഖനം എടുത്തു പറയുന്നു. ആഗോള സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ റിപ്പോർട്ട് 2024 പ്രകാരം സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടിയായി. 45 ലക്ഷം കമ്പനികളിലെ ഡാറ്റ വിശകലനം ചെയ്തുള്ള റിപ്പോർട്ടാണിത്. കഴിഞ്ഞ 18 മാസത്തെ മൂല്യം $170 കോടി ആണ്. 2021-23 ആഗോള വളർച്ച 46% കേരളം നേടിയത് 254%. 2 മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാനുള്ള സംവിധാനമുണ്ടെന്ന് മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചത് വലിയ നേട്ടമാണ്. വ്യവസായം തുടങ്ങാൻ അമേരിക്കയിലും സിംഗപ്പൂരിലും 3 ദിവസവും ഇന്ത്യയിൽ 114 ദിവസവും കേരളത്തിൽ 236 ദിവസവും വേണ്ടി വരുന്നിടത്താണ് അത്ഭുതകരമായ ഈ മാറ്റം നടന്നിരിക്കുന്നത്. ഏകജാലകത്തിലൂടെ അനുമതികൾ ലഭിക്കുമെന്ന് മാത്രമല്ല, അത് കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് നടപ്പാവുകയും ചെയ്യുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ 29 സംസ്ഥാനങ്ങളിൽ 28ാം സ്ഥാനത്തായിരുന്ന കേരളം 1ാമതെത്തിയിട്ടുണ്ട്. AI ഉൾപ്പെടെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന പുതിയ വ്യവസായ നയം കേരളത്തിൽ നടപ്പാക്കി. ദൈവത്തിന്റെ സ്വന്തം നാട് ബിസിനസിന്റെ കാര്യത്തിൽ ചെകുത്താന്റെ കളിസ്ഥലമാണെന്നാണ് താൻ പറയാറുള്ളത്. അതിൽ മാറ്റം വന്നെങ്കിൽ അത് ആഘോഷിക്കേണ്ടത് തന്നെയാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന നയം നടപ്പാക്കിയതും സംരംഭക വർഷം പദ്ധതിയിലൂടെ 2.9 ലക്ഷം MSMEകൾ സ്ഥാപിച്ചതും തരൂർ എടുത്തു പറഞ്ഞു. ചെകുത്താൻ ഉറങ്ങിക്കിടക്കുന്നത് എന്നും നേരം വെളുക്കാത്ത കോൺഗ്രസുകാരുടെ മനസ്സിലാണ്. അത് കേരളത്തിന്റെ വികസന കുതിപ്പിൽ ചുക്കാൻ പിടിക്കുന്നത് പിണറായി സർക്കാരാണ് എന്ന ബോധത്തിൽ ഇടയ്ക്ക് ഉണരുകയും വിഷം തുപ്പുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ വിഷം തുപ്പിയിട്ടും കേരളം വികസനത്തിന്റെ പാതയിൽ തന്നെയാണ് എന്നത് ഇരട്ടച്ചങ്കന്റെ കഴിവ് തന്നെയാണ്. കുരയ്ക്കുന്നവരൊക്കെ കുരയ്ക്കട്ടെ, സ്വന്തം മനസാക്ഷിയല്ലാതെ മറ്റൊന്നിനെയും ഭയക്കേണ്ടതില്ല എന്ന ഉറപ്പോടെ പിണറായിയുടെ ഭരണ പരിഷ്കാരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു.